ാക്കണം. അപ്പോൾ ശുദ്ധമായ കളവ് പറയാണ് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന്. എന്തിനു വേണ്ടി? ജാറങ്ങളിൽ പോയി സുജൂദ് ചെയ്യാൻ, ജാറങ്ങളെ തവാഫ് ചെയ്യാൻ, ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ദുർവ്യാഖ്യാനിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് ആദരവിൻ്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അവർ സുജൂദ് ചെയ്ത് നമുക്കറിയാം. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അത് നമുക്കറിയാം. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ മുന്നിൽ ആദരവിന്റെ സുജൂദ് പാടുണ്ടോ? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പാടില്ല. വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. അങ്ങനെ മനുഷ്യന്റെ മുന്നിൽ ആദരവിന്റെ സുജൂദ്, ഇത് ആരാധനയുടെ സുജൂദല്ല, ആദരവിന്റെ സുജൂദ്, അത് ശരിയാകുമായിരുന്നെങ്കിൽ സ്ത്രീകളോട്, ഭാര്യയോട് ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുവാൻ ഞാൻ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം